സമാധാനത്തിനുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ ഈ ധാർഷ്ട്യം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്കാണ് തള്ളിവിടുന്നത്. ഇനി ചർച്ചകളില്ല എന്ന ഇറാന്റെ പിടിവാശി ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. യുദ്ധഭീതി ഒഴിവാക്കാൻ ഖത്തറിലെ ദോഹയിലെത്തിയ ഉന്നത അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തീർത്തു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായിട്ടുള്ള ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും മധ്യസ്ഥരുമായി മാത്രമായിട്ടാണ് ചർച്ചകൾ നടത്തിയത്. 2 ആഴ്ച മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ 1/5 നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരം തങ്ങൾ കാണുന്നും അവിടെ വരുന്ന കപ്പലുകളിൽ നിന്ന് ഓഗസ്റ്റ് പകുതിയോടെ ടോൾ പിരിക്കുമെന്നാണ് ഇറാന്റെ പുതിയ വെല്ലുവിളി. ഇത് അനുവദിക്കില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അമേരിക്കൻ നേതൃത്വം തികച്ചും ദുർബലമാകുന്നതാണ് നമ്മൾ കാണുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി കുവൈറ്റിലും ബഹ്റൈനിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാനും തിരിച്ചാക്രമിച്ചു. ഈ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കടിഞ്ഞാണിടാനുമാണ് അമേരിക്കൻ പ്രതിനിധികൾ എത്തിയതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. ഇതൊരു അമേരിക്ക ഇറാൻ പ്രശ്നം മാത്രമല്ല, ഈ ഇടക്കാല കരാറിലൂടെ ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ള ഭീകരരും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയാലും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന വ്യവസ്ഥ അവർക്ക് സ്വീകാര്യമല്ല. സമാധാന ചർച്ചകളെ അട്ടിമറിക്കുന്ന ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഈ നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുന്നത് സ്വന്തം നിലനിൽപ്പിനായിട്ടുള്ള അനിവാര്യമായ പോരാട്ടമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. മറുഭാഗത്ത് ചർച്ചകൾ വഴിമുട്ടിയത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പണപ്പെരുപ്പവും ഇന്ധനവില വർധനവും വരാനിരിക്കുന്ന അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയും ശക്തമാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ നയതന്ത്ര പരാജയവും ഇറാന്റെ പിടിവാശിയും ലോകത്തെ വലിയൊരു സാമ്പത്തിക സൈനിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ ഹോർമൂസ് കടലിടുക്കിലും പശ്ചിമേഷ്യയിലും ഇനി വരാനിരിക്കുന്നത് കൂടുതൽ ചോരച്ചൊരിച്ചിലുകളാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഒരു വശത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അമേരിക്കൻ നേതൃത്വം, മറുവശത്ത് സമാധാനം ആഗ്രഹിക്കാത്ത തീവ്രവാദ ശക്തികൾ. ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഇനി എന്തും സംഭവിക്കാമെന്ന അതീവ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക് ക്യാമറ.